Hello everyone, welcome to Techno Valley Long View. ഇന്ന് ടെക്നോ വാലി ലോങ് വ്യൂവിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എംബഡഡ് സിസ്റ്റം സ്റ്റാക്കിൻ്റെ പ്രോഗ്രാം ഹെഡായ മിസ്റ്റർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം കെൽട്രോൺ, എയർടെൽ തുടങ്ങിയ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിൽ ഊന്നൽ നിൽക്കുന്ന MNCകളായാലും ഇലക്ട്രോണിക് ജയൻസിലും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഏകദേശം 18 കൊല്ലത്തോളം ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കോർ എക്സ്പെർട്ടൈസ് IoT, എംബഡഡ് സിസ്റ്റംസ്, VLSI, മെഡിക്കൽ സിസ്റ്റം ഇൻ്റഗ്രേഷൻ തുടങ്ങിയ ഇലക്ട്രോണിക്സ് മേഖലകളിലാണ്. താങ്കൾ ഇലക്ട്രോണിക്സ് മേഖലകളിൽ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിത്വമാണ്. ഇപ്പോഴുള്ള ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസിൻ്റെ ഒരു മെയിൻ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അവർക്ക് ഈ മേഖലയിലേക്ക് വരാനുള്ള ഒരു ആഭിമുഖ്യത്തിൻ്റെ കുറവ് തന്നെയാണ്. ഈ ഇൻഡസ്ട്രിയിൽ ആവശ്യത്തിനുള്ള കരിയർ ഗ്രോത്ത് ഉണ്ടോ? ഈ ഇൻഡസ്ട്രിയിൽ ഇനി പുതിയ ടെക്നോളജിക്കൽ ഫ്രണ്ടിയേഴ്സ് വരാനുണ്ടോ? ഇതെല്ലാം അവരുടെ മനസ്സിലുള്ള ഒരു ചെറിയ ആശയക്കുഴപ്പം എന്ന് പറയാം അവർക്കുണ്ട്. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡർ ആയിരിക്കാം, ITI ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിടെക്കുകാരനായിരിക്കാം, അദ്ദേഹം ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏതൊക്കെ മേഖലകളിലേക്ക് വരാം, ഇനി ഏതൊക്കെ മേഖലകളിലാണ് ഇനി കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഒരു നോർമലി ഒരു സേ ഉണ്ട്, അതായത് ഇലക്ട്രോണിക്സിലെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ എല്ലാവരും IT-യിലേക്ക് തിരിഞ്ഞു എന്നുള്ളത്. ബട്ട് ആക്ച്വലി ഇലക്ട്രോണിക്സിൽ സ്കോപ്പ് ഉണ്ട്, ബിക്കോസ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഈസ് ആക്ച്വലി ഇവോൾവിങ്. അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്. ഇറ്റ് ഈസ് ആക്ച്വലി ഇവോൾവിങ്, ടെക്നോളജി ഈസ് ഇവോൾവിങ്. അപ്പോൾ കൺവെൻഷണൽ ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സിന് സ്കോപ്പ് ആക്ച്വലി കുറവായിരിക്കും. ബട്ട് വൺസ് ദേ അഡാപ്റ്റ് ടു ന്യൂ ടെക്നോളജി, പുതിയ ടെക്നോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേ ഗെറ്റ് മച്ച് മോർ ഓപ്പർച്യൂണിറ്റീസ്. ബിക്കോസ് നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്നത് IoT ബേസ്ഡ് സിസ്റ്റംസ്, ഇൻ്റലിജൻസ് സിസ്റ്റംസ്, റോബോട്ടിക് സിസ്റ്റംസ്, എല്ലാ ഫീൽഡിലും ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണ് ആക്ച്വലി റൂൾ ചെയ്യുന്നത്. സോ ഇതെല്ലാം സോഴ്സ് ചെയ്യുന്നത്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല എഞ്ചിനീയേഴ്സാണ്, ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സാണ്. സോ ദർ ആർ പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ബട്ട് ഇത് കറക്റ്റായിട്ട് ടാപ്പ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ഓൾസോ ഇവോൾവ്. അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ലെവലിലേക്ക് അവരിതിലേക്ക് കൊണ്ടുവരണം. ടെക്നോ വാലി ഡീപ് ഡൈവിൽ നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതുവരെ നമ്മൾ ജനറലായി ഏതൊക്കെയാണ് കുട്ടികൾ സെലക്ട് ചെയ്യേണ്ട ഫീൽഡ്, എവിടെയൊക്കെയാണ് ഇലക്ട്രോണിക്സിൻ്റെ ഒരു സാധ്യതകൾ ഉള്ളത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. നമുക്കിനി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ലെറ്റ് us say എംബഡഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ IoT, ഈ മേഖലകളിൽ IoT എന്ന് പറയുന്നത് എന്താണെന്നും എംബഡഡ് സിസ്റ്റം എന്താണെന്നും അതറിയാത്ത ആൾക്കാർക്കും കൂടി താങ്കളൊന്ന് പറയുകയാണെങ്കിൽ, അതിലുള്ള സാധ്യതകൾ എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് വിജ്ഞാനപ്രദമാകും. സോ ബേസിക്കലി ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട്സ് ഫ്രം ബേസിക് ലോജിക്കൽ സർക്യൂട്ട്സ് ഒക്കെ ആയിരുന്നു. നമുക്ക് നോർമൽ നമ്മുടെ ഡിജിറ്റൽ ലോജിക്കൽ സർക്യൂട്ട്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. ലേറ്റർ ഓൺ അത് ഇവോൾവ് ആയി വി ഹാവ് ഡിഫറെൻറ്റ് പ്രൊസസ്സേഴ്സിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന എംബഡ് സിസ്റ്റംസ് ഇവോൾവ് ആകുന്നത്. വി ഹാവ് പ്രൊസസ്സേഴ്സ്, ദെൻ വി ഹാവ് മൈക്രോ കൺട്രോളേഴ്സ്. ഒരു പ്രോഗ്രാം ബേസ്ഡ് ഇലക്ട്രോണിക് വർക്കിങ്ങിലേക്ക് വന്നപ്പോഴാണ് ഈ പറയുന്ന എംബഡ് സിസ്റ്റംസ് എന്ന് പറയുന്ന ടേം കോയിൻഡ് ആയത്. ലേറ്റർ ഓൺ അത് കുറച്ചും കൂടി വലുതായി ഫ്രം 8 ബിറ്റിൽ നിന്ന് ടു 64 ബിറ്റ് വരെയുള്ള പ്രോസസ്സിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ വി ഹാവ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വന്നു, ദാറ്റ് ഈസ് ഓൺ ബോർഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വന്നു. ലേറ്റർ ഓൺ അത് കണക്ടിവിറ്റിയിലേക്ക് പോയി, ദാറ്റ് ഈസ് ദ ഡിവൈസസ് വിച്ച് ഇസ് വർക്കിംഗ്. അത് ഓട്ടോണോമസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഡിവൈസസ് ഇതെല്ലാം കണക്റ്റഡ് ഡിവൈസസിലേക്ക് മാറി. ഈ കണക്റ്റഡ് ഡിവൈസസിലേക്ക് വന്നപ്പോഴാണ് IoT എന്ന് പറയുന്ന ടേം കോയിൻഡ് ആയത്, ദാറ്റ് ഈസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. നൗ ഇപ്പോൾ നമുക്ക് കാണാം എല്ലാ ഡിവൈസസ്, നമ്മുടെ ഹോം അപ്ലയൻസസ്, ഈവൻ ഇഫ് വാട്ടർ ഹീറ്റേഴ്സ്, വാഷിംഗ് മെഷീൻസ്, ഫ്രിഡ്ജസ്, ഇതെല്ലാം നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ കാറുകളെല്ലാം ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണ്. സോ മനുഷ്യനേക്കാൾ കൂടുതൽ മെഷീൻസ് ഇൻ്റർനെറ്റിലുണ്ടെന്നാണ് ഇപ്പോൾ ഒരു കണക്ക്. സോ ദീസ് ഡിവൈസ് ഡെവലപ്മെൻറ്റ്സ്, ഇതിൻ്റെ കണക്ടിവിറ്റി ഡിസൈനിങ്, ഇതെല്ലാമാണ് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഇലക്ട്രോണിക്സ് ഈസ് ഓൾവേസ് ഇവോൾവിങ്. അപ്പോൾ മുമ്പ് കൺവെൻഷണൽ ഇലക്ട്രോണിക് സിസ്റ്റംസ്, ഹാർഡ്വെയർ സിസ്റ്റംസിൽ നിന്ന് ഒരു പ്രോഗ്രാംഡ് ഹാർഡ്വെയർ സിസ്റ്റംസിലേക്ക് കൺവേർട്ടായി. ദെൻ ഇറ്റ് കൺവേർട്ടഡ് ടു എ കണക്റ്റഡ് ഹാർഡ്വെയർ സിസ്റ്റംസ്. ഇപ്പോൾ ഈ ഹാർഡ്വെയർ സിസ്റ്റംസ് എല്ലാം ഇൻ്റലിജൻറ്റ് ഹാർഡ്വെയർ സിസ്റ്റംസിലേക്ക് പോയി, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് സിസ്റ്റംസ്. ദാറ്റ് ഈസ് ആ സിസ്റ്റം കണക്റ്റഡ് ആയിരിക്കും,
അത് തന്നെ ചിന്തിക്കും, അത് തന്നെ പ്രവർത്തിക്കും, നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം അത് പ്രൊവൈഡ് ചെയ്യും. സോ അങ്ങനെ വരുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ഡിസൈനാണ് ഇപ്പോൾ ഉള്ള ഈ പറയുന്ന ന്യൂ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ജോലി സാധ്യത എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ ഇലക്ട്രോണിക്സ് നമുക്ക് ഒരിക്കലും ഈ ഒരു സ്കില്ലിലേക്ക് വരില്ല. സോ ദർ ഈസ് ഓൾവേസ് എ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IoT ബേസ്ഡ് സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ എംബഡഡ് സർട്ടിഫിക്കേഷൻസ്, അത് IEEE ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓട്ടോമേഷൻ അതുപോലെയുള്ള സൊസൈറ്റീസിൻ്റെ എല്ലാത്തിൻ്റെയും സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. മേജർ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേസ്ഡ് അവരുടെ കൺസോർഷ്യത്തിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ ദ യങ് എഞ്ചിനീയേഴ്സ് അവർക്ക് ഓട്ടോമാറ്റിക്കലി ഗ്യാപ്പ് ഫില്ലാവും, അവർക്ക് ഇതേപോലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാൻ പറ്റും. സോ ദ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്റ്റഡ് ഡിവൈസസിൻ്റെ ഡിസൈൻ സ്ട്രക്ചേഴ്സ് അതുപോലെ ഇൻ്റലിജൻസ് സിസ്റ്റംസിൻ്റെ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്മാർട്ട് മീറ്റേഴ്സ് അതെല്ലാം അതിനകത്ത് വരുന്ന കാര്യങ്ങളല്ലേ? എല്ലാം ഇപ്പോൾ വരുന്ന ഓട്ടോണമസ് ഡ്രൈവിംഗ്, സ്മാർട്ട് മീറ്റേഴ്സ്, എവറിത്തിങ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഗാഡ്ജറ്റ്സും ഇറ്റ് ഈസ് സെൽഫ് സസ്റ്റൈൻഡ് സിസ്റ്റം. അത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളതിന് വേറെ ഇൻപുട്ട് കൊടുക്കുന്നില്ല, എല്ലാ അപ്ഡേഷൻസും ഓട്ടോമാറ്റിക്കലി നടക്കും. ഇപ്പോൾ വീടുകളിലൊക്കെ നിങ്ങൾക്ക് ആമസോൺ അലക്സ എന്ന് പറയുന്ന ഹാർഡ്വെയർ ഉണ്ട്. ഇറ്റ്സ് ബേസിക്കലി എ വോയിസ് ബോട്ടാണ്. സോ അതുപോലെയുള്ള എല്ലാ ഒബ്ജക്ട്സും കാണുന്നതെല്ലാം ഇസ് ബേസിക്കലി IoT, AIoT എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് ഈവൻ നമുക്ക് ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ ഈവൻ ചില കാറുകളുടെ അഡ്വർടൈസ്മെന്റ് ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞു, ഇവിടെ എല്ലാം അതിന്റെ ഒരു ആപ്ലിക്കേഷനും അവിടെ എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? എല്ലാ സ്ഥലത്തും ഇപ്പോൾ എല്ലാ ഫീൽഡിലും ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണ്, എല്ലാത്തിലും ഗാഡ്ജറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ വെഹിക്കിളിന്റെ കേസ് പറഞ്ഞപ്പോൾ മുമ്പെല്ലാം അനലോഗ് മീറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് അനലോഗ് മീറ്റേഴ്സ് ഇല്ല, എല്ലാം ഡിജിറ്റൽ മീറ്റേഴ്സ് ആണ് വരുന്നത്. ഈ ഡിജിറ്റൽ മീറ്റേഴ്സ് ഉണ്ടാക്കുന്ന വൺ ഓഫ് ദ ലീഡിങ് കമ്പനീസ് ഇവിടെ കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനീസ് ഉണ്ട്. സോ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇലക്ട്രോണിക്സ്. കാരണം ഈ കൺവെൻഷണൽ മെക്കാനിക്കൽ സിസ്റ്റംസ് ഒക്കെ മാറി. ഈവൻ ഇഫ് ഇപ്പോൾ എഞ്ചിൻ്റെ ഡിസൈൻസ് പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ കാർ മേടിക്കുകയാണെങ്കിലും അതിൽ എക്കോ മോഡ്, ത്രസ്റ്റ് മോഡ്, ഇല്ലെങ്കിൽ അതിൽ ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടെറൈനിൽ വർക്ക് ചെയ്യുന്ന മോഡ്സ് ഉണ്ട്. പ്രത്യേകിച്ച് സോ EV again it is much more onto electronic system. Exactly. Conventional mechanical system driven petrol engines ആണെങ്കിൽ പോലും ആ പെട്രോൾ എഞ്ചിൻസ് ആക്ച്വലി ഹാസ് ഇറ്റ്സ് ഓൺ ECU, ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അതാണ് ഈ എഞ്ചിൻ്റെ ഈ കൺട്രോൾ കൊടുക്കുന്നത്, എത്ര ത്രസ്റ്റ് വരണം, അതാണ്. അങ്ങനെയാണ് നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത്. EVനെ കുറിച്ച് പറയുകയാണെങ്കിൽ EV ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രോണിക്സ് ഓൺ വെഹിക്കിൾ. ദാറ്റ് ഈസ് ഒരു കംപ്ലീറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം ആണ്. ജസ്റ്റ് അതിനെ നമുക്കൊരു വെഹിക്കിളിന് പറയാൻ പറ്റില്ല, കാരണം 100% അതിൽ ഇലക്ട്രോണിക്സ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് തൊട്ട് യു ഹാവ് എവരിത്തിങ്. ഈ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ മോഡ്യൂൾസ് ഉണ്ട്, യു ഹാവ് ഡിജിറ്റൽ ഡാഷ്ബോർഡ്സ്. സോ എവറിത്തിങ് ഈസ് ഇലക്ട്രോണിക്സ്. സോ ഇപ്പോൾ ഉള്ള ഇലക്ട്രോണിക് ഇവോൾവ് ആകുമ്പോൾ നമ്മുടെ ഈ കരിക്കുലം അപ്ഗ്രഡേഷൻ ഈസ് നോട്ട് മച്ച് പോസിബിൾ. നമുക്ക് എന്തായാലും ബേസിക്സ് അറിഞ്ഞിരിക്കണം. സോ കരിക്കുലത്തിൽ നിന്നും ടെക്നോളജി, ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകുമ്പോൾ വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്. എംബഡഡ് സിസ്റ്റംസ്, IoT, അതിൻ്റെ സാധ്യതകളും അതിലൊരു ഉണ്ടാവുന്ന തൊഴിലവസരങ്ങളെ പറ്റിയും നമുക്കിപ്പോൾ ഒരു നല്ല ധാരണ കിട്ടി. അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് റോബോട്ടിക്സിനെ കുറിച്ചാണ്. റോബോട്ടിക്സ് നമ്മുടെ ജീവിതത്തിൽ ഏകദേശം എല്ലാ മേഖലകളിലും അതിൻ്റെ ഒരു വ്യക്തമായ ഒരു കാൽവെപ്പ് എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈവൻ നമ്മുടെ ഒരു റോബോട്ടിക് ക്ലീനർ ആണെങ്കിലും, വാക്യൂം ക്ലീനർ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റോബോട്ടിക് മെഷീനറീസ് ആണെങ്കിലും ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈവൻ നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണാം റോബോട്ടിക് ഹോസ്പിറ്റൽ സർജറീസ് എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ റോബോട്ടിക്സിൽ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന് എന്തൊക്കെ സാധ്യതകളുണ്ട്, അതിൽ അവർക്ക് ഏതൊക്കെ മേഖല അവർക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാം, ഏതൊക്കെ കോഴ്സുകൾ, ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് അവർ അതിനുവേണ്ടി സെലക്ട് ചെയ്യുക? സോ മുമ്പ് റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രിയൽ ഡ്രിവൺ ഒരു ഫീൽഡായിരുന്നു. ദാറ്റ് ഈസ് ഇൻഡസ്ട്രീനെ ഓട്ടോമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോബോട്ട്സിനെ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നൗ അത് കുറച്ചും കൂടി ഇപ്പോൾ ഇൻടു ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻസിലേക്ക് കൂടി വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം ഇത് ഓപ്പർച്യൂണിറ്റീസ് ആർ മച്ച് ഹയർ. ബിക്കോസ് ഇതൊരു നോർമൽ ഒരു കൺസ്യൂമർ ഇലക്ട്രോണിക് സെഗ്മെൻറ്റിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന റോബോട്ട്സ് വന്നിട്ടുണ്ട്. സോ അതിലേക്ക് മേക്ക് ചെയ്യുന്ന അതിൻ്റെ ഇൻ്റലിജൻസ് കൊണ്ടുവരുന്നതിനും ആക്ച്വലി ഡിഫറെൻറ്റ് റിസർച്ച് ആസ് വെൽ ആസ് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ ക്രൂഷ്യലാണ്.
അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനാണ് വൺ ഓഫ് ദ മേജർ ഓപ്പർച്യൂണിറ്റി വരുന്നത്. ബിക്കോസ് ഇതിൽ രണ്ട് സെഗ്മെന്റ്സ് ആയിട്ട് നമുക്ക് പറയാം. ഒന്ന് മെക്കാനിക്കൽ സെഗ്മെന്റ് ഉണ്ട്, നെക്സ്റ്റ് ഈസ് ഇലക്ട്രോണിക് സെഗ്മെന്റ്. കോൾഡറ്റസ് ഈ പറയുന്ന മെക്കട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഈ ലോജിക്കലി എങ്ങനെ നമുക്ക് മെക്കാനിക്കൽ സിസ്റ്റംസിനെ ഡ്രൈവ് ചെയ്യാം, അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിൻ്റെ മെയിൻ ജോബ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എൻ പ്രോഗ്രാം ബേസ്ഡ് സിസ്റ്റമാണ്. സോ അതിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ഡിസൈൻ ചെയ്യണം, എന്തൊക്കെ ടൈപ്പ് ഓഫ് അൽഗോരിതംസ് യൂസ് ചെയ്യാം ഫോർ ബെറ്റർ ഒപ്റ്റിമൈസേഷൻ ഓഫ് ദി സിസ്റ്റം, എല്ലാം നോക്കേണ്ടത് ഇറ്റ്സ് എ റോൾ ഓഫ് എൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. സോ അവർക്കത് ഒപ്റ്റിമൈസ് ചെയ്ത് അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ സ്പെഷ്യലൈസ് ഓൺ റോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ ലിഡാർ ബേസ്ഡ് മാപ്പിംഗ് ടെക്നിക്സ് ഉണ്ടാവും. അങ്ങനെ ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, അങ്ങനെ കുറേയധികം സ്പെഷ്യലൈസ്ഡ് ടേംസ് ഓർ ഇപ്പോൾ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് റോബോട്ടിക്സ് അവരുടെയൊക്കെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സർട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഓപ്ഷനുകളുണ്ട്. സോ വൺസ് ദേ സ്റ്റഡി ഓൺ ഡീപ്പർ ഓൺ ദ സ്പെസിഫിക് ടെക്നോളജീസ് അവർക്കതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അഗെയിൻ ഇറ്റ്സ് എ ആഡ് ഓൺ ചെയ്ത് ഇതൊക്കെ ഒരു ഈ പറയുന്ന എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ IoT-യുടെ ഒരു എക്സ്റ്റെൻഡഡ് ഓപ്ഷനാണ്, ആപ്ലിക്കേഷൻ സൈഡാണ്. അതിൽ മെക്കട്രോണിക്സിന്റെ ഒരു ഭാഗം കൂടെ വരുന്നുണ്ട്. മെക്കട്രോണിക്സിന്റെ ഒരു ഇൻപുട്ട് കൂടി വരുന്നുള്ളൂ. വൺസ് മെക്കാനിക്കൽ സിസ്റ്റം ഇസ് സ്റ്റേബിൾ, അത് സ്റ്റേബിളായിട്ട് മൂവ് ചെയ്യുന്ന ഡിസൈൻഡ് ആണെങ്കിൽ ദെൻ ഇറ്റ്സ് ഓക്കെ. ഇനി നമ്മൾ അടുത്ത ഒരു സെക്ടറിലേക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ടറാണ് മെഡിക്കൽ ഡയഗ്നോസിസ്, അതുപോലെ ഡിറ്റക്ഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിമോട്ട് സെൻസിങ് പോലെയുള്ള കാര്യങ്ങളുള്ള മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങൾ. അതിലുള്ള പല ഡിവൈസും നമുക്കിപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ അവരുടെ ഡയഗ്നോസിൻ്റെ ഭാഗമായി പ്രിവെൻറ്റീവ് ഹെൽത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ പറ്റുകയുണ്ടായി. ഈ ഒരു മേഖലയിൽ ഒരു ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം പഠിച്ച ഒരാൾക്ക് എന്തൊക്കെ സാധ്യതകൾ? ഓക്കെ, സോ മെഡിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ പ്രിസിഷൻ ആണ് വൺ ഓഫ് ദ തിങ്. ആൻഡ് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന എല്ലാ അപ്പാരറ്റസും, ദാറ്റ് ഈസ് ECG, MG, MRI എല്ലാത്തിലും പറയുന്ന ഇലക്ട്രോണിക്സ് ആണ് പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളൊരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഓർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദി മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് നൗ വി ആർ ലുക്കിംഗ് ടു ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസംസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് മോണിറ്ററിങ് മെക്കാനിസംസ് ഒക്കെയാണ് വരുന്നത്. ദാറ്റ് ഈസ് വിയറബിൾ ഇലക്ട്രോണിക്സിലേക്കാണ് ഇത് പോകുന്നത്. ആൻഡ് ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ കൂടുതലും ഇപ്പോൾ മോണിറ്ററിങ്, അതായത് ഏർലി ആയിട്ട് അവർക്ക് വീട്ടിൽ തന്നെ റിമോട്ട് മോണിറ്ററിങ് സിസ്റ്റംസ് വയ്ക്കുക, അവരുടെ ഈ വൈറ്റൽസ് എപ്പോഴും ലൈവ്ലി മോണിറ്റർ ചെയ്യുക. അപ്പോൾ എഗെയിൻ നേരത്തെ പറഞ്ഞ IoT അല്ലെങ്കിൽ കണക്റ്റഡ് ഡിവൈസസിലേക്കാണ് ഇതെല്ലാം വരുന്നത്. സോ വൺസ് ഈ പറയുന്ന ഹെൽത്ത് മോണിറ്ററിങ് സിസ്റ്റംസ് എല്ലാം ഇംപ്ലിമെൻറ്റഡ് ആകുമ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. ഡിഫറെൻറ്റ് കമ്പനീസ് ഓൾറെഡി ഇപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട് ഈ പറയുന്ന റിമോട്ട് മോണിറ്ററിങ്ങിൽ നിൽക്കുന്നത്. ഇത് കൂടാതേക്ക് അതർ പുതിയ സ്റ്റാർട്ടപ്സ്, അതുപോലെ ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡ് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് മീൻസ് പുതിയ പോളിസീസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ട് ഇലക്ട്രോണിക്സ് ഓഫ് ദി മെഡിക്കൽ ഡിവൈസസിൻ്റെ ഇമ്പോർട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് ബാൻ ചെയ്ത് വരുവാണ്. ദാറ്റ് ഈസ് മേക്ക് ഇൻ ഇന്ത്യ. ഇതിൽ കൂടുതൽ പ്രൊഡക്ട്സ് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത്. സോ കൺവെൻഷണൽ മെഡിക്കൽ ഇലക്ട്രോണിക്സിൻ്റെയും ഒരു ബൂം വരും, ആസ് വെൽ ആസ് പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജീസ് വരുന്ന പ്രൊഡക്ട്സും കൂടി വരും. സോ ഒരു ഹ്യൂജ് മാർക്കറ്റാണ് ഇന്ത്യയിൽ അത് ഓപ്പൺ ആവുന്നത്. സോ എല്ലാ ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് വൺസ് ദേ അപ്ഗ്രേഡഡ് ടു ദിസ് ടെക്നോളജീസ് അവർക്ക് ഇതിലേക്കൊക്കെ ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അതേപോലെ പല രോഗങ്ങളുടെയും തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ രാജ്യമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെങ്കിലും അതേപോലെ നമ്മുടെ കയ്യിലുള്ള സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആസ് വെൽ ആസ് മെഡിക്കൽ ഫീൽഡ്, മെഡിക്കൽ ക്രൂ, അത്രയും ഒരു ഹ്യൂജ് മാർക്കറ്റ് നമുക്കുണ്ട്. അത് ഈവൻ ഫോറിൻ മെഡിക്കൽ ടൂറിസം പോലെയുള്ള മേഖലകൾ വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു മെഡിക്കൽ ഡിവൈസസിൽ വലിയൊരു ബൂമ്. അതെ, മെഡിക്കൽ ഡിവൈസസിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഈ പറയുന്ന ഓൾമോസ്റ്റ് ഒരു 80% ഓഫ് ദ മെഡിക്കൽ ഡിവൈസസ് ആക്ച്വലി ഇപ്പോൾ ഇന്ത്യയിൽ ഇമ്പോർട്ടാണ്. മിനി പ്രിസിഷൻ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടാണ്. സോ പല സെഗ്മെൻ്റായിട്ട് സ്ലോലി ഗവൺമെൻറ് ഇതിൻ്റെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആവശ്യം. സെക്കൻഡ് തിങ് ഈസ് ഇപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന ഫാബ്രിക്കേഷൻസ്, സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻസ് വരുന്നുണ്ട്. ഇതുകൂടാക്കി ഇലക്ട്രോണിക് കമ്പോണൻസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ലിങ്ക് ചെയ്യുന്നത് ഫൈനലി ഇന്ത്യയിലെ ഒരു ടോപ്പ്, അതായത് നമ്മളിപ്പോൾ ആക്ച്വലി അസംബ്ലിങ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ
മേക്ക് ഇൻ ഇന്ത്യ സ്കീമിൽ പല ഇലക്ട്രോണിക് ഇപ്പോൾ മൊബൈൽ ഫോൺസ് ഒക്കെ ചെയ്യുവാണെങ്കിലും വി ഡോണ്ട് ഓൺ, നമ്മൾ ഓൺ ചെയ്യുന്നില്ല, വി ആർ ആക്ച്വലി അസംബ്ലിങ് ദ പ്രൊഡക്ട്സ്. അപ്പോൾ അത് ഓൺ ചെയ്യുന്ന ഒരു സെഗ്മെന്റിലേക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ മാറും. അപ്പോൾ എഗെയിൻ ഓൺ ചെയ്യുക എന്ന് പറയുമ്പോൾ എവറിത്തിങ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ദാറ്റ് ഈസ് ഫ്രം ദ ചിപ്പ് ടു ബോർഡ് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൻ്റെ അപ്ലിക്കേഷൻ വൈസുള്ള കമ്പനീസും ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. സോ ഇറ്റ് ഈസ് മച്ച് വൈഡർ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത് എനിക്ക് തോന്നുന്നത് ഡിസൈനിങ് ഫീൽഡിൽ വരാം, ഇംപ്ലിമെന്റേഷൻ ഓപ്പറേഷണൽ ഫീൽഡിൽ വരാം, പ്രൊഡക്ഷൻ ഫീൽഡിൽ വരാം, മെയിൻ്റെനൻസ് ഫീൽഡ് അല്ലേ, ഒരു വലിയൊരു മേഖലയാണ് നമ്മൾ മുൻപിൽ തുറന്നു കിടക്കുന്നത്. ഇത് കൂടാതെ അതിൽ വൺ ഓഫ് ദ മേജർ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലാണ് ഇതിൽ വൺ ഓഫ് ദ കോർ നിൽക്കാൻ പോകുന്നത്. സോ മറ്റേ പല കൺട്രീസിലും ഇപ്പോൾ ഈവൻ ഇഫ് ചൈനയൊക്കെ ആണെങ്കിലും അവരുടെയൊക്കെ ഒരു റിസൾട്ട്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ കോർ R&D സ്ട്രക്ചേഴ്സ് ആണ്. സോ ഇവിടെയും ഈ പറയുന്ന വൺസ് വി ഹാവ് എ ഹബ് ഓഫ് ഡെവലപ്മെന്റ് എവറിത്തിങ്, നമ്മൾ പ്രൊഡക്ഷൻ ഫ്രം ദ ഡിസൈൻ സ്റ്റേജ് ടു പ്രൊഡക്ഷൻ തന്നെ ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വലിയൊരു R&D ഫെസിലിറ്റീസും ഇവിടെ ഓപ്പൺഡ് അപ്പം. സോ വി വിൽ ബി ഹാവിങ് മച്ച് മോർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇതൊരു ഹബ്ബായിട്ട് മാറാനാണ് ഗവൺമെൻറ് പോളിസീസ് വരുന്നത്. സോ ഇറ്റ് ഈസ് ബെറ്റർ ഇപ്പോഴേ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് എ റൈറ്റ് ടൈം ടു സ്വിച്ച് ഓൺ ടു ദിസ് കമ്പനീസ്. ഫാബ് ലാബിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു. ഈ ഫാബ് ലാബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസും സ്കില്ലുകൾ, എന്തൊക്കെ ടൈപ്പ് സ്കില്ലുകളാണ് ഒരു ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിക്ക് വേണ്ടതെന്നും അതുവഴി എവിടെയൊക്കെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എബ്രോഡ് ആണെങ്കിലും എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന് വ്യക്തമാണ്. ഒരു ബിഗ് ഫാബ് ഇല്ലെങ്കിൽ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ്. ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. ബേസിക്കലി സെമി കണ്ടക്ടറിലേക്ക് ചിപ്പ് മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ ഈ ചിപ്പ് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ വരുന്നതുകൊണ്ട് എന്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഫ്രം ദ ചിപ്പ് വി വിൽ ബി ഹാവിങ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്. ഇലക്ട്രോണിക്സ് തന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ്, ഇപ്പോൾ റീസെൻ്റ്ലി ചിപ്പ് മാത്രമല്ല ഇലക്ട്രോണിക് കോമ്പണൻസിന് വേണ്ടിയിട്ട് ECMS എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് സ്കീംസ് കൊണ്ടുവരുന്നുണ്ട്. ഐ തിങ്ക് അതിൽ ഒരു 4,000 crores ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു ട്രാൻഷേക്കർ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്പ് മാനുഫാക്ചേർഡ് ആവും. വി വിൽ ബി ഹാവിങ് കമ്പോണൻസ് ലൈക്ക് PCBs എക്സ്ട്രാ എല്ലാ കമ്പോണൻസും ഇവിടെ തന്നെ പ്രൊഡ്യൂസ്ഡ് ആവും. സോ എവറിത്തിങ് വിൽ ബി മാനുഫാക്ചേർഡ് ഹിയർ. ഇതൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറും ഫോർ ദി ഇലക്ട്രോണിക്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ലെവൽ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഇപ്പോൾ VLSI ഡിസൈനിങ്, VLSI വേരിഫിക്കേഷൻ അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്ലെൻറ്റിയാവും. കാരണം ഇതെല്ലാം ഈ എഞ്ചിനീയേഴ്സ് എല്ലാം നമുക്ക് ഈ പറയുന്ന ചിപ്പ് മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം 100% ഇമ്പോർട്ടുള്ള ഒരു കമ്പോണന്റ് നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ അത് ഈവൻ ഒരു 10% 20% നമ്മൾ നിർമ്മിച്ചു തുടങ്ങിയാൽ തന്നെ അതിൻ്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രെമൻഡസ്. ഇത് മാത്രമല്ല ഒരു ഗ്ലോബലി തന്നെ ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം തൈവാനാണ് ഇതിൻ്റെ ഒരു വൺ ഓഫ് ദ ലീഡേഴ്സ് മേജർ. അപ്പോൾ എല്ലാവരും ഒരു ഓൾട്ടർനേറ്റീവ്സും കൂടി നോക്കണം. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ ഉള്ള ഈ പറയുന്ന ജോബ് ജനറേഷൻ മാറും. ദാറ്റ് ഈസ് എവറിത്തിങ് വിൽ ബി ഓൺ ടു ദിസ് VLSI അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്. ഇതിലേക്ക് കുറേയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. മുമ്പ് IT-യിലേക്ക് സ്വിച്ച് ചെയ്തിരുന്ന ഇലക്ട്രോണിക് സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ ഇതിലേക്ക് തന്നെ കോർ ജോബിലേക്ക് തന്നെ പോകാൻ പറ്റും. എഗെയിൻ സെറ്റ്, അതായത് കോർ ജോബ് അല്ല, ഇറ്റ് ഷുഡ് ബി ആൻ അപ്ലൈഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ്. ലൈക്ക് നമുക്ക് കൺവെൻഷണൽ ഇലക്ട്രോണിക്സ് അല്ല, നേരത്തെ പറയുന്ന ഒരു പ്രോഗ്രാം ബേസ്ഡ് ഇല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രിവൺ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ അതിലേക്കാണ് കൂടുതൽ ഒരു ഫോക്കസ്. ഒരു ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരു ഗ്രാജുവേറ്റ് ഏതൊക്കെ കോഴ്സുകളാണ് ഇനി സ്പെസിഫിക് ആയിട്ട്, അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാത്രമല്ല ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസും കൂടെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഏതൊക്കെയായിരിക്കും സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ കോഴ്സ് അവൻ പഠിക്കണം, എത്ര ഡ്യൂറേഷൻ ചെയ്യണം? ഇപ്പോൾ നമുക്കറിയാം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല രീതിയിലുള്ള കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടികൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവിടെ ഇല്ലെന്ന്. അപ്പം സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ കോഴ്സ് ചെയ്യണം, അതിൻ്റെയൊക്കെ സാധാരണ എത്ര ഡ്യൂറേഷൻ ഉണ്ടാകും, ഈ കാര്യങ്ങളെ പറ്റി ഒന്ന് വിശദമാകാമോ? നമുക്ക് സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് എംബെഡഡ് സിസ്റ്റമിലേക്ക് പോകാം. എംബെഡഡ് സിസ്റ്റം അല്ലെങ്കിൽ IoT ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസിലേക്ക് പോകാം. ഇതിൻ്റെ ഒരു മിനിമം ഡ്യൂറേഷൻ ഫോർ ആൻഡ് ബെറ്റർ ഒരു എക്സലൻസ്, ഇതിലേക്ക് നല്ലൊരു കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1 year
PG ഡിപ്ലോമ എങ്കിലുമാണ് ഇതിൻ്റെ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു 1 ഇയറിലേക്ക് അവർ കംപ്ലീറ്റ് ഒരു 360 ഡിഗ്രി ടെക്നോളജിനെ കുറിച്ച് കംപ്ലീറ്റ് മനസ്സിലാക്കാനുള്ളൊരു ടൈം എടുക്കും. അതായത് എന്തൊക്കെയാണ്, കാരണം കൺവെൻഷനിൽ അവർ പഠിച്ചു വരുന്ന ഈ പറയുന്ന നോർമൽ സിലബസിൽ നിന്നും എൻ്റർലി അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഒരു 3 months അല്ലെങ്കിൽ 2 months കൊണ്ടൊന്നും അവർക്ക് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഡെപ്ത് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു 1 ഇയർ ഒരു ഒപ്റ്റിമൽ പീരീഡ് ആണ്. 1 ഇയറിലേക്ക് അവർക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് ഡീറ്റെയിലിംഗ്, അതിൻ്റെ ഒരു 360 ഡിഗ്രി ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിന് സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് ഓൺ PG ഡിപ്ലോമ ഇൻ IoT, PG ഡിപ്ലോമ ഇൻ AI IoT, or PG ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് എംബഡഡ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് അവർ ചൂസ് ചെയ്യേണ്ടത് ഫോർ ബെറ്റർ കരിയർ ഇൻ ഈ പറയുന്ന. ഇപ്പൊ ഈ പറഞ്ഞ എംബഡഡ് സിസ്റ്റംസിലാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ബേസിക് സിലബസ്, എന്തൊക്കെയായിരിക്കും അവർ സാധാരണയിൽ പഠിക്കുന്നത്? ഫസ്റ്റ് ഇതിൻ്റെ എല്ലാം ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന പ്രോഗ്രാമിംഗ് ലെവലിൽ നിന്നാണ് വരുന്നത്. പ്രോഗ്രാമിംഗ്, ഹാർഡ്വെയർ ഡിസൈനിങ്, അതൊക്കെയാണ് വരുന്നത്. ബട്ട് ഇപ്പോൾ ഈ പ്രോഗ്രാമിംഗ് അഗെയിൻ ഒരു പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉള്ളതുകൊണ്ട് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അത്രയും ഒരു നേരത്തെ ടൈം സ്പെൻഡ് ചെയ്യുന്ന അത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയർഡ് കോഡ് ആണെങ്കിൽ പോലും അതിനെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം എന്നും കൂടി നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അഗെയിൻ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ദെൻ ഹാർഡ്വെയർ ഡിസൈനിങ് വേണം, AI ബേസിക്സ് വേണം, അതിൻ്റെ ടൂൾസ് ഹാൻഡിൽ ചെയ്യാൻ അറിയണം, അൽഗോരിതംസ് ഡീറ്റെയിലിംഗ് അറിഞ്ഞിരിക്കണം. IoTയിലേക്ക് വരുമ്പോൾ അഗെയിൻ അതിൻ്റെ കണക്ടിവിറ്റി, ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ, അതിൻ്റെ ഹാഷിംഗ് സ്കീം, സെക്യൂരിറ്റീസ് എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. സോ ഇതൊക്കെ അറിയണമെങ്കിൽ മീൻസ് നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടിയാൽ ഇറ്റ് വിൽ ബി ബെറ്റർ, അവർക്ക് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് പോവാം. അപ്പോൾ ഒരു സ്പെസിഫിക് ആയ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് മാത്രമല്ല, നമ്മൾ അതിൽ ബേസിക് ഡിസൈനിങ്, മാനുഫാക്ചറിങ് ആൻഡ് ഓവറോൾ പ്രൊജക്ട് ഡെവലപ്മെന്റ് ആണ് വരെ പോവാം. അതിൽ ഒരു എൻട്രി ലെവലിൽ അവർക്ക് ഈ ഒരു നോളജ് മതി. എഗെയിൻ നെക്സ്റ്റ് അടുത്തതിലേക്ക് വരുമ്പോൾ ടെസ്റ്റിംഗ്, വാലിഡേഷൻ, അതിൻ്റെ പ്രോസസ് മാനേജ്മെന്റ് സിസ്റ്റംസ്, ഇപ്പോൾ പ്രൊഡക്ഷനിലേക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അതിനൊക്കെ സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് ഉണ്ട്. സോ അതൊക്കെ അവർ വൺസ് അത് അടുത്തൊരു കരിയർ ഗ്രോത്തിലേക്ക് വരുമ്പോൾ വരാം. എൻട്രി ലെവലിൽ they can choose these postgraduate diplomas. Okay, thank you so much. Thank you so much for the wonderful information that you given. Okay, thank you. Mr. Gopalakrishnan, അദ്ദേഹം ടെക്നോ വാലി എംബഡഡ് സ്റ്റാക്കിൻ്റെ പ്രോഗ്രാം മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വളരെയധികം ഇൻഫോർമേഷൻ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, എംബഡഡ് സിസ്റ്റം, VLSI, അതേപോലെ അതിലുണ്ടാവുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഏതൊക്കെ കോഴ്സ് സെലക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് എല്ലാവർക്കും ലഭിക്കുകയുണ്ടായി. ഇനിയും ഇതുപോലത്തെയുള്ള ടെക് സീരീസ്, ഇതിലൂടെ നിങ്ങൾക്ക് ടെക്നോളജി, കരിയർ ഓറിയൻറ്റഡ് ഇൻഫോർമേഷൻ കിട്ടുവാനായി ഞങ്ങളുടെ ഈ ടെക്നോ വാലി സീരീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.